19 മണിക്കൂർ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ ഈ സാധു എന്ന ആനയെ വനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തി വനത്തിൽ നിന്ന് ഇപ്പോൾ റോഡിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോറി ഇവിടെ എത്തിച്ച് ഈ സാധുവിനെ ലോറിയിലേക്ക് കയറ്റുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. നേരത്തെ തന്നെ പാപ്പാൻ ആനയ്ക്ക് മുകളിൽ കയറി പിന്നീട് വടം വെച്ച് കാലുകൾ ബന്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ചങ്ങല എത്തിച്ച് ആനയെ ചങ്ങല ബന്ധിപ്പിച്ച് മെരുക്കിയ ശേഷമാണ് ആവശ്യത്തിന് ഭക്ഷണവും എല്ലാം കൊടുത്ത ശേഷമാണ് ഇപ്പോൾ റോഡിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ ആനയെ ലോറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. നാട്ടാന ആയതുകൊണ്ട് തന്നെ ഇതിനെ മെരുക്കുക വളരെ എളുപ്പമായിരുന്നു. പാപ്പാനെ കണ്ടതോടുകൂടി തന്നെ ആന ആ ഒരു ഭയപ്പാടിൽ നിന്ന് മാറി ഒരു ഭയന്ന് വനത്തിന്റെ ഉള്ളിലൂടെ ഒരുപാട് ദൂരം നടന്നു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. ഇപ്പോൾ എന്തായാലും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ പുതുപ്പള്ളി സാധു എന്ന ആനയെ റോഡിലേക്ക് എത്തിച്ചിരിക്കുന്നു, ലോറിയിലേക്ക് കയറ്റിയിരിക്കുന്നു, ആനയെ മെരുക്കിയിരിക്കുന്നു. കാട്ടാനകളൊന്നും തന്നെ ഈ ആനയുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ ഇന്നലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു ആന പോകാൻ സാധ്യതയുള്ള സ്ഥലത്തിന് ചുറ്റുവളപ്പിൽ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലകൊള്ളുകയും അവിടെ നിന്ന് മറ്റ് ആനകൾ കാട്ടാനക്കൂട്ടം വരാതെ തടയുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മളുടെ ഒരു ഭയവും അത് തന്നെയായിരുന്നു. അതായത് രാത്രി മുഴുവൻ ഈ നാട്ടാന വനത്തിൽ കുടുങ്ങിയാൽ ഈ കാട്ടാനകൾ വന്ന് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം വരാതെ തടഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും രാവിലെ കുറച്ചു മുൻപ് വനത്തിനോട് ചേർന്ന്, അതായത് ഈ റോഡിൽ നിന്ന് കുറച്ചുകൂടെ അകലെ, ഒരു 500 മീറ്റർ അകലെ വനത്തിനകത്താണ് ആനയെ കണ്ടെത്തിയത്. പിന്നീട് റോഡിന് ഒരു 100 മീറ്റർ അപ്പുറത്ത് വരെ ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിച്ചു. അതിനുശേഷം വടവും ഒപ്പം തന്നെ ചങ്ങലയും കെട്ടി പാപ്പാൻ മെരുക്കി ആനയെ ഇപ്പോൾ ലോറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ സാധുവിനെ തിരിച്ച് ഉടമകൾക്ക് കിട്ടിയിരിക്കുന്നു. ഇന്നലെ വിജയ് ദേവരകൊണ്ട സിനിമയുടെ ചിത്രീകരണത്തിനായാണ്, അതായത് സാധുവിനെ കൊണ്ടുപോവുകയാണ്. ഇനി ഇപ്പോൾ ഡോക്ടർ എത്തി വൈദ്യപരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് സാധുവിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ഈ ആനയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇനി ആറോ പരിശോധിക്കും. ആറോ പരിശോധിച്ച ശേഷമാകും ആനയെ ഉടമയ്ക്ക് വിട്ടു നൽകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്.